എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എറണാകുളത്ത് ബിനീഷ് കൊടിയേരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഏകദേശം 11 മണിക്കൂറോളം ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് കേസും ആയിട്ട് ബന്ധപ്പെട്ട് ഇനി NIA ചോദ്യം ചെയ്യണം, കസ്റ്റംസ് ചോദ്യം ചെയ്യണം. ഇപ്പോൾ ചോദ്യം ചെയ്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഇതിനകത്ത് അവർ കൂടുതൽ ഇപ്പോൾ അന്വേഷിക്കുന്നത് ബിനീഷ് കൊടിയേരിയുടെ സാമ്പത്തിക സ്രോതസ്സ്, സാമ്പത്തിക കാര്യങ്ങൾ, ലഹരിമരുന്ന് കേസിലെ ബന്ധങ്ങൾ, ഇതാണ് ആമുഖമായിട്ട് ചോദിക്കുന്നത്. 11 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇതുവരെ NIAയും അതുപോലെ EDയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും പിന്നെ CBI കിടക്കുന്നുണ്ട്, അതുപോലെ ഉള്ള മറ്റ് ഏജൻസികളുണ്ട്. എങ്കിലും പ്രമുഖമായ ഈ 3 ഏജൻസികളാണ് അടിയന്തരമായിട്ട് ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യുന്നത്. ബിനീഷ് കൊടിയേരിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയാണ് ആമുഖമായിട്ട് ചോദിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. ED അതിലേക്കാണ് ഇന്നലെ ചോദ്യം ഉന്നയിച്ചതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ്. നമുക്കെന്തായാലും ആ ചോദ്യം ചെയ്തതിൽ ഏത് ലെവലിലായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നുള്ള വിവരം ലഭിക്കില്ലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇതിനകത്ത് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് മണിയുടെ സോഴ്സാണ്, പണത്തിൻ്റെ സോഴ്സാണ്. നമുക്കറിയാം ബിനീഷ് കൊടിയേരി പല ബിസിനസ്സിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ യൂട്യൂബിലും അതുപോലെ ചാനലിലും പത്രങ്ങളിലൊക്കെ പല വാർത്തകളും വന്നു. അതൊക്കെ നമ്മൾ സമ്മപ്പ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ 5-6 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഒരു കമ്പനി ബി ക്യാപിറ്റൽ ഫൈനാൻസ് എന്നാണ്, മറ്റൊന്ന് BE ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് കമ്പനി, ഇനി ഒരെണ്ണമുണ്ട് ടോറസ് റെമഡീസ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, പിന്നെ ബുൾസൈ കൺസെപ്റ്റ് 4മത്തതും, ഇനിയൊന്നുണ്ട് UAFX സൊല്യൂഷൻ. ഈ 4-5 കമ്പനികൾ അത് രജിസ്റ്റർ ചെയ്ത് എന്താവശ്യത്തിന്, അതിനകത്ത് എത്ര രൂപ പണം മുടക്കി, ആരൊക്കെയാണ് അതിൻ്റെ പാർട്ട്ണർ, അതിലെ ബാങ്ക് അക്കൗണ്ടുകൾ, അതിലേക്ക് പണം മുടക്കിയ എവിടുന്നാണ് ആ പണത്തിൻ്റെ സോഴ്സ്, ഇങ്ങനെയുള്ള 4-5 കമ്പനികളുടെ ആമുഖമായിട്ട് ചോദിച്ചിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ യൂണിടാക്ക് നമുക്കറിയാം. ആ യൂണിടാക്ക് ബിൽഡേഴ്സ് പാലക്കാട്ടെ 140 ഫ്ലാറ്റ് വെച്ചത്, ആ ബിൽഡേഴ്സിൻ്റെ 1 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ സ്വപ്ന സുരേഷിന് കിട്ടിയെന്നൊക്കെ ആദ്യമൊക്കെ വന്നെങ്കിലും UAE കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 ട്രാവൽ ഏജൻസികളും അവരുടെ സ്റ്റാമ്പിംഗ് കോൺട്രാക്റ്റ് എടുത്തതും വിസ സ്റ്റാമ്പിംഗ് കോൺട്രാക്റ്റ് എടുത്ത് അങ്ങനെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരുന്നൊരു വകുപ്പ് കൂടെ ഉണ്ട്. അത് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ടാവണം. 11 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ദീർഘമായ ഒരു ചോദ്യം ചെയ്തലിന് വിധേയമാകേണ്ടി വരും ബിനീഷ് കൊടിയേരിക്ക്. കാരണം ഈ സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധമുണ്ടോ, ഉണ്ടെന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ UAE കോൺസുലേറ്റിൻ്റെ കൂടെ 23 പ്രാവശ്യം ഏതായാലും സ്വർണം കടത്തിയിട്ടുണ്ട്. 30 കിലോ സ്വർണം പിടിച്ചെടുത്തിട്ടാണ് കേസിൻ്റെ തുടക്കം. അതിനുശേഷം 10-20ഓളം കേരളത്തിലെ സ്വർണ്ണക്കച്ചവടക്കാരും അതുപോലെ തന്നെ അവാല പണ ഇടപാടുകാരുമായിട്ട് ബന്ധപ്പെട്ട് 20ഓളം ആൾക്കാരെ NIA അറസ്റ്റ് ചെയ്തു. അവരുമായിട്ട് ആർക്കൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ബിനീഷ് കൊടിയേരിക്ക് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും. അങ്ങനെ ആ ചോദ്യം ചെയ്യലിനാണ് NIA കണ്ടെത്തിയത് ബാംഗ്ലൂർ അനൂപ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ലഹരിക്കടത്ത് കേസിനകത്ത് ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിജേഷ് രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ, പാലക്കാട്ടുകാർ 2 പേരും, ഖന്ന എന്ന് പറഞ്ഞ ഒരു നടി, അതൊക്കെ കർണാടക ബേസിൽ ലഹരിക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടെന്ന് ഏതായാലും ബിനീഷ് കൊടിയേരി തന്നെ ഓൺലൈനിലോ ചാനലിലൊക്കെ പറയുന്ന കേട്ടു. എന്തായാലും നിഷേധിച്ചില്ല അദ്ദേഹം. ആ അനൂപ് മുഹമ്മദ് അയാളെ ചുറ്റിപ്പറ്റിയാണ് കർണാടകയിലെ
മുഴുവൻ ലഹരിക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തൊട്ട് നോക്കാം. അപ്പോൾ ഇനി ആ ഒരു ചോദ്യം ചെയ്തതിലെ ഇദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്രോതസ്സ് അത് എവിടുന്ന് കിട്ടിയ പണമല്ല. ഇതിൽ ഓരോന്നിനും മുടക്കാൻ എവിടുന്നാണ് ആ പണം കിട്ടിയത്? അത് വിദേശത്തു നിന്നാണോ സ്വദേശത്തു നിന്നാണോ അത് ഏതെങ്കിലും ഫൈനാൻസുകാർ തന്നതാണോ ഏതെങ്കിലും ബാങ്ക് ഫൈനാൻസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അത് തന്നെയല്ല, കേരളത്തിൽ പല പ്രസ്ഥാനങ്ങളുടെ ബിനാമി പാർട്ട്ണറായിട്ട് ബിനീഷ് കോടിയേരി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പല ഹോട്ടലുകളിലും അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പുണ്ട്, പല ട്രാവൽ ഏജൻസിയിലും ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ പല കാർ ആക്സസറീസിൽ അതൊക്കെ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അതൊക്കെ ബിനാമിയായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സ്ഥാപനത്തിലെ ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ അവരതിനെ ഇൻവെസ്റ്റ് ചെയ്ത് പണത്തിൻ്റെ സോഴ്സ് അവർ പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയാണ് ബിനീഷ് കോടിയേരി വെട്ടിലാവും. അൺഒഫീഷ്യലായിട്ട് കണക്കില്ലാതെ അവരെ വിശ്വസ്തയോടുകൂടി അവർക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത പണം അതിൻ്റെ പ്രൊപ്പറേറ്റർ ഇപ്പോഴത്തെ ആൾ എവിടെ നിന്നാണെന്ന് പറയേണ്ടി വരും, അതിൻ്റെ സോഴ്സ് പറയേണ്ടി വരും. അത് നമുക്ക് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കബളിപ്പിച്ച് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ EDയുടെ ചോദ്യം ചെയ്തതിൽ പ്രാഥമികമായ ഒരു റൗണ്ട് മാത്രമാണ് 11 മണിക്കൂറിൽ എത്തിയിട്ടുള്ളൂ. നിരന്തരമായ ചോദ്യം ചെയ്യലുണ്ടാവും. അത് തന്നെയല്ല, അതായത് 11 മണിക്കൂർ ചോദ്യം ചെയ്ത വിവരങ്ങൾ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെയൊക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരുന്നു. അത് ആഴ്ചകളോളം എടുക്കും. അതിനുശേഷം മാത്രമേ ഫസ്റ്റ് റൗണ്ടേ ആയിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ബിനീഷ് കോടിയേരിയെ നിരന്തരമായിട്ട് വിളിച്ചു വരുത്തി ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരറസ്റ്റിലേക്കൊന്നും എടുത്തിയാടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒന്നും പോവില്ല. ശിവശങ്കറിൻ്റെ നമുക്കറിയാം, അദ്ദേഹത്തിനെ 4-5 പ്രാവശ്യം ചോദ്യം ചെയ്തു. ദീർഘമായ രീതിയിൽ 10-12 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉൾപ്പെട്ടവരും അതിനകത്ത് ബന്ധപ്പെട്ടവരൊക്കെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അവരെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ മാസക്കണക്കിന് വേണം. അതുകൊണ്ട് പെട്ടെന്ന് കയറി അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ തന്നെ ഈ ബിനീഷ് കോടിയേരിയുടെ കാര്യങ്ങൾ വളരെയധികം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ ലൈഫ് സ്റ്റൈല്, അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തും കഴിഞ്ഞ് ഇറങ്ങിയപ്പം മുതലുള്ള മുഴുവൻ ലൈഫ് സ്റ്റൈലും ചോദ്യം ചെയ്യും. അതിലെ വിവരങ്ങൾ മുഴുവൻ പറയേണ്ടി വരും. അത് വളരെ ദീർഘമായ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റോടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മേഖലകളിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്രയും മേഖലകളെ പറ്റി ചോദ്യം ചെയ്ത് വരുമ്പം മാസക്കണക്കിനെടുക്കും. എത്ര എഫിഷ്യൻ്റ് ഓഫീസറായാലും മാസക്കണക്കിനെടുക്കും. കാരണം അത് മുഴുവൻ വീണ്ടും ആ ഓരോ വ്യക്തികളെ വിളിച്ചു വരുത്തി അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് പല പ്രാവശ്യം അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും ബിനീഷ് കോടിയേരി. അത് വല്ലാത്ത ഒരു പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ ആ ഒരു മണി സ്രോതസ്സിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ. അതുകൊണ്ട് വളരെ ദീർഘമായ ദിവസങ്ങളിൽ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായിട്ട് സഹകരിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.